ക്ലാസിക്സ്. എടാ, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ്റെ പ്രഡിക്ഷനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ലാതെ ഒന്നും തന്നെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ വേണ്ടി പോകുന്നില്ല. സോ ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇപ്പം തന്നെ മിസ്സിൻ്റെ ഫേവറേറ്റ് ഹാർട്ട്സ് ആയിട്ടുള്ള യെല്ലോ ഹാർട്ട്സും കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ എന്താണ് നമ്മുടെ എക്സാമിന് വരിക എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻസ് അല്ലാതെ ഒന്നും തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയാലോ? യെസ്, 1 2 3. യെസ്, അയ്യോ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റീഡിങ് കോംപ്രഹെൻഷൻ എന്നുള്ളത്. എന്താ റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള, നമുക്ക് അറിയാത്ത ഏതെങ്കിലും ഒരു പാസേജ് തരും. ഒരു അൺനോൺ പാസേജ് ആയിരിക്കും തരുന്നുണ്ടാവുക. എന്നിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി ഡയറി എൻട്രി നമ്മളോട് ചോദിക്കാറുണ്ട്. ഡയറി എൻട്രി ഒന്നെങ്കിൽ ചാമ്പിൽ നിന്നും ഗ്ലാസ് ഓഫ് മിൽക്കിൽ നിന്നും ആയിരിക്കും ചോദിക്കുക കേട്ടോ. എക്സാമിന് നിങ്ങൾക്ക് കൂടുതലായിട്ടും ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പേർഷൻ എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഒരു ഡയറി എൻട്രി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് തോട്ട്സ് പ്രതീക്ഷിക്കാം. തോട്ട്സ് ചാമ്പ് അല്ലെങ്കിൽ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്നുള്ള ചാപ്റ്ററിൽ നിന്നായിരിക്കും ഉണ്ടാവുക. ആൻഡ് കോൺവെർസേഷനും ചാമ്പ് അല്ലെങ്കിൽ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്നുള്ള ചാപ്റ്ററിൽ നിന്നായിരിക്കും എന്ത് ഉണ്ടാകുന്നുണ്ടാവുക. ഇനി അടുത്തത് വേർഡ് പസിൽ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും കാണാൻ പറ്റും, വേർഡ് പസിൽ എന്നുള്ളത്. ആൻഡ് അതിനുശേഷം പോസ്റ്ററോ നോട്ടീസോ അല്ലെങ്കിൽ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷനോ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഒന്നെങ്കിൽ പോസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, ഒരു നോട്ടീസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കടാ, ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. പിന്നെ നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എഡിറ്റിംഗ് എന്നുള്ളത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നാളെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. റീഡിംഗ് കോംപ്രഹെൻഷൻ ഉണ്ടാവും, അത് നമുക്ക് അറിയാത്ത ഏതെങ്കിലും പാസേജിൽ നിന്നായിരിക്കും. ഒരു ഡയറി, തോട്ട്സ്, കോൺവെർസേഷൻ ചാമ്പിലെ രാധയുടേതോ ഗ്ലാസ് ഓഫ് മിൽക്കിൻ്റെ നമ്മുടെ ഡോക്ടർ ഹൊവേർഡ് കെല്ലിയുടേതോ അല്ലെങ്കിൽ ആ ഒരു ഓൾഡ് ലേഡിയുടേതോ ആയിരിക്കാം. ആൻഡ് കോൺവെർസേഷൻ, വേർഡ് പസിൽ, പോസ്റ്റർ, നോട്ടീസ്, പിക്ചർ ഡിസ്ക്രിപ്ഷൻ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. ആൻഡ് എഡിറ്റിംഗ്. ഇത്രയുമായിരിക്കും നാളെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഇത് എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. എല്ലാവരും എജുബോർഡിൻ്റെ കൂടെ അടിപൊളിയായിട്ട് പഠിക്കുക. ആൻഡ് താഴെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ നോട്ട്സ് കിട്ടുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവിൻ്റെയും വീഡിയോസിൻ്റെയും ഒക്കെ നോട്ട് അവിടെ അവൈലബിൾ ആണ്. സോ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ആൻഡ് മാക്സിമം ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ എത്തിക്കുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ബൈ, ലവ് യു ഓൾ.